നിർധന കുടുംബത്തിന് കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ തണൽ. കാട്ടൂർ സ്വദേശി റോസമ്മയ്ക്കാണ് കാരുണ്യം ട്രസ്റ്റ് പുതിയ വീട് നിർമ്മിച്ച് നൽകിയത്. താക്കോൽദാന കർമ്മം നടന്നു. എരമല്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റാണ് കാട്ടൂർ ബീച്ചിനടുത്ത മേടാരത്ത് വീട്ടിൽ റോസമ്മയ്ക്ക് വീട് നിർമ്മിച്ച് നൽകിയത്. ഭവനത്തിന്റെ താക്കോൽദാനം പ്രശസ്ത സിനിമാ താരം സാജൻ പള്ളൂരുത്തി നിർവഹിച്ചു. ഫാദർ അലൻ ലെസ്ലി പനക്കൽ ആശീർവാദ കർമ്മം നടത്തി. മാനേജിംഗ് ട്രസ്റ്റി സ്റ്റീഫൻ റാഫേൽ അധ്യക്ഷനായി. ഷാബു ഗോപാൽ സ്വാഗതം പറഞ്ഞു. നിഷ, സുനീഷ്, സുനിൽകുമാർ, ഓഫീസ് ഇൻചാർജ് ധനുശ്രീ, ഫീൽഡ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ആയ പോളി വർഗീസ്, അൻസാരി, റഫീഖ്, കാഞ്ചന, അരുൺ, തോമസ് കുട്ടി എന്നിവർ പങ്കെടുത്തു. കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് മാനേജിംഗ് ട്രസ്റ്റി സ്റ്റീഫൻ റാഫേൽ പറഞ്ഞു. ജനുവരി 1-ാം തീയതി പ്രവർത്തനം ആരംഭിച്ച കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ് ഞാൻ. സംഘടനയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് തുറവൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ പ്രഭാത ഭക്ഷണ വിതരണത്തോടുകൂടിയാണ്. ആ പ്രഭാത ഭക്ഷണ വിതരണം 2 വർഷം കഴിഞ്ഞ് പ്രഭാത ഭക്ഷണവും ഒപ്പം തന്നെ ഉച്ചഭക്ഷണവും കൂടി നമ്മൾ നടപ്പാക്കാൻ കഴിഞ്ഞു. അവിടെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്കുള്ള സാമ്പത്തിക സഹായം, ഒപ്പം തന്നെ ഹോസ്പിറ്റലിലെ ഡയാലിസിസ് രോഗികൾക്കുള്ള കിറ്റുകൾ വിതരണം ചെയ്യുക, പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെമിനാറുകളും ഒപ്പം തന്നെ സിമ്പോസിയങ്ങളും ഒക്കെ നടത്തുക. അങ്ങനെ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഒത്തിരി പദ്ധതികൾ നടപ്പാക്കി മുന്നോട്ട് പോയൊരു സംഘടനയാണ് കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ്. 2013 മാർച്ച് മാസത്തിൽ സംഘടനയുടെ മുമ്പാകെ ഒരു വീട് വയ്ക്കണമെന്നാവശ്യപ്പെട്ട് റോസമ്മ എന്ന് പറയുന്ന കാട്ടൂരുള്ള സ്ത്രീ വരികയും നമ്മൾ ആ പദ്ധതി ഏറ്റെടുക്കുകയും ചെയ്തു. ആ പദ്ധതി തുടക്കം മെയ്യിൽ നമ്മൾ ആരംഭിച്ചു. നമ്മൾ ഈ ഡിസംബർ 29-ാം തീയതി പണി പൂർത്തിയാക്കി ബഹുമാന്യനായ സാജൻ പള്ളൂരുത്തിയുടെ സാന്നിധ്യത്തിൽ താക്കോൽ ദാനകർമ്മം നടത്തി. ഇന്ന് ആ വീട് അവർക്ക് താമസയോഗ്യമായി തുറന്നു കൊടുക്കുവാൻ കഴിഞ്ഞു. മീഡിയ ചേർത്തല.